പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 18ാം ലോക്സഭയിലേക്കുള്ള വോട്ടെടുപ്പിൻ്റെ 5 ഘട്ടങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇനി മെയ് 25-ാം തീയതിയും ജൂൺ 1-ാം തീയതിയും 6ഉം 7ഉം ഘട്ടങ്ങൾ കൂടി നടന്നു കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പ് പൂർണ്ണമാകും. ജൂൺ 4-ാം തീയതി തെരഞ്ഞെടുപ്പിൻ്റെ ഫലവും വരും. ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കും ഇത്രയും ദീർഘമായിട്ടുള്ള ഒരു പോളിംഗ് രീതി അവലംബിക്കപ്പെടുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഏപ്രിൽ 26-ന് തുടങ്ങിയതാണ്. ഏപ്രിൽ 26-ന് തുടങ്ങി മെയ്യും കഴിഞ്ഞ് ജൂൺ 1-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് പോളിംഗ് അവസാനിക്കുക. ഈ പോളിംഗിൻ്റെ ഒരു ക്രമം അല്ലെങ്കിൽ ഒരു ഷെഡ്യൂള് ഇത്തരത്തിൽ ആക്കിയതിലും വ്യാപകമായിട്ടുള്ള വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. ആ വിമർശനങ്ങളിലേക്കൊന്നും ഞാൻ ഇപ്പോൾ പോകുന്നില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 5 ഘട്ടങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇനി 2 ഘട്ടങ്ങൾ കൂടിയോ. തെരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നൊരു ഹൈപ്പുണ്ടല്ലോ, മോദി സർക്കാർ, 3ാമത്തെ മോദി സർക്കാർ അധികാരത്തിലേക്ക് വരാൻ പോകുന്നു, 400-ലധികം സീറ്റ് നേടിയായിരിക്കും വരാൻ പോകുന്നതെന്നൊക്കെയുള്ള ഹൈപ്പൊക്കെ ഇപ്പം പോയി മോദി അധികാരം പിടിച്ചാൽ തന്നെ അത് വലിയ ഭാഗ്യമായിരിക്കും എന്നുള്ള തോന്നൽ BJPയുടെ അണികൾക്കിടയിൽ തന്നെ വ്യാപകമായിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. തെരഞ്ഞെടുപ്പ് തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന അനുകൂല ഘടകങ്ങളെല്ലാം ഒന്നൊന്നായി ഇല്ലാതായി 272-ലേക്ക് എത്തിയാൽ ഭാഗ്യം എന്നുള്ള നിലയിലേക്ക് ഇപ്പോൾ ചർച്ചകളൊക്കെ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഞാനതിൻ്റെ കാരണങ്ങളിലേക്കൊന്നും പോവുകയല്ല ചെയ്യുന്നതൊക്കെ വേറെ വീഡിയോകളിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നതാണ്. ഇനിയും നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. സുഹൃത്തുക്കളെ, ഞാനിവിടെ ചോദിക്കാൻ പോകുന്ന ചോദ്യം, തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ മോദിക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല എങ്കിൽ, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ സമാധാനപരമായ അധികാര കൈമാറ്റത്തിന് മോദി തയ്യാറാകുമോ എന്നുള്ള നിർണായകമായിട്ടുള്ള ഒരു ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഒരുപക്ഷെ മോദി ഈ തെരഞ്ഞെടുപ്പിൽ, അല്ലെങ്കിൽ ദേശീയ ജനാധിപത്യ സഖ്യം ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങളെല്ലാം റദ്ദാക്കപ്പെടുന്ന നിലയിലേക്കുള്ള സംഭവ വികാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? അതിൻ്റെ സാധ്യത എത്രത്തോളമാണ്? അമേരിക്കയിൽ തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഉണ്ടാക്കിയിട്ടുള്ള പുകിലുകൾ ഓർമ്മയുണ്ടല്ലോ, അതിന് സമാനമായി എന്തെങ്കിലും ഇന്ത്യയിൽ സംഭവിക്കുമോ? അതിൻ്റെ സാധ്യതകൾ എത്രത്തോളമാണ്? അതൊന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, അങ്ങനെ ചർച്ച ചെയ്യാനുള്ള കാരണം എന്താ? അങ്ങനെ ചർച്ച ചെയ്യാൻ കഴിഞ്ഞ 10 വർഷക്കാലത്തെ മോഡി ഭരണത്തിന് കീഴിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജനാധിപത്യത്തെ ഇല്ലാതാക്കുന്ന, ഭരണഘടനാ സ്ഥാപനങ്ങളുടെ പല്ലും നഖവും കൊഴിച്ചു കളയുന്ന ഒട്ടേറെ സംഭവങ്ങൾ കഴിഞ്ഞ മോഡിയുടെ 10 വർഷക്കാലത്തെ ഭരണത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും പുതിയ സംഭവം എന്ന് പറഞ്ഞാൽ എന്താ? തെരഞ്ഞെടുപ്പ് കാലത്തും ഒക്കെ തന്നെ ഏറ്റവും നിഷ്പക്ഷ സ്വഭാവം പുലർത്തേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 1947-ന് ശേഷം ഏറ്റവും ദുർബലമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലല്ലേ നമ്മളിപ്പോൾ നിൽക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വെറും ഒരു കോടാലി കൈയായി അധപ്പതിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലല്ലേ നമ്മൾ ഇന്ന് നിൽക്കുന്നത്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഏതാണ്ട് 51ഓളം പരാതികളാണ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘനം BJPയും മോദിയും ഒക്കെ നടത്തിയെന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ് പരാതി കൊടുത്തിട്ടുള്ളത്. ഒന്നിന്മേലും നടപടി ഉണ്ടായിട്ടില്ല. മുസ്ലിം സമുദായത്തിനെതിരെ എത്രത്തോളം നാണംകെട്ട രീതിയിലുള്ള പ്രചരണമാണ് മോദി നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ പരാമർശങ്ങൾ മുസ്ലിം സമുദായത്തിനെതിരെ നടത്തി, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അതിലൊന്നും നടപടിയില്ല. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, ഈ തെരഞ്ഞെടുപ്പ് പോളിംഗ് തന്നെ ഇങ്ങനെ നീട്ടി കൊണ്ടുപോകുന്നത്. ഏപ്രിൽ 26-ന് തുടങ്ങിയ പോളിംഗ് ഇപ്പം 5 ഘട്ടം കഴിഞ്ഞ് ഇപ്പോൾ 7-ാം ഘട്ടത്തിലേക്കുണ്ട്. ഇതൊക്കെ തന്നെ പോളിംഗ് പ്രക്രിയയെ സ്വാധീനിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണെന്നുള്ള ആരോപണം ശക്തമായി നിലനിൽക്കുകയല്ലേ. എന്ന് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിമർശിക്കുന്ന കോൺഗ്രസിൻ്റെ ദേശീയ പ്രസിഡന്റിനെ അതിശക്തമായി വിമർശിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ പ്രസ്താവന ഇറക്കുകയാണ്. സുഹൃത്തുക്കളെ, ഇത് ഇന്ത്യയുടെ ചരിത്രത്തിൽ നമ്മൾ ഇതുവരെ കേട്ടിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കി. ഇനി ഏറ്റവും ഭീകരമായിട്ടുള്ളൊരു സാഹചര്യം എന്താ? ഇതിനെക്കുറിച്ചൊക്കെ ഇന്ത്യയിലെ പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതി മൗനം അവലംബിക്കുന്നു എന്നാണ് നമ്മൾ കാണേണ്ടത്. ഇതിനെക്കുറിച്ചൊരു കേസ് സുപ്രീം കോടതിയിൽ വന്നപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണിക്കുന്ന ഈ പ്രവർത്തനത്തിനെ വിമർശിക്കാൻ സുപ്രീം കോടതി തയ്യാറായില്ല എന്നുള്ളത് ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമല്ലേ സുഹൃത്തുക്കളെ? നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വളരെ ഗൗരവമായിട്ടുള്ള പ്രശ്നം എന്താ? 23 വർഷക്കാലമായി
ശ്രീമാൻ നരേന്ദ്രമോദി അധികാരത്തിലാണ് എന്നുള്ളതാണ്. 2001 മുതൽ 2013 വരെ ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. 3 ടേം ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. അതിനുശേഷം അദ്ദേഹം 2 ടേം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുമായി. അപ്പോൾ 23 വർഷക്കാലം, ഏതാണ്ട് 1/4 നൂറ്റാണ്ടിനടുത്ത് കാലം അധികാരത്തിൽ തുടർന്ന, അധികാരത്തിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും പറ്റിക്കൊണ്ട് അധികാരത്തിൻ്റെ ശീതള ഛായയിൽ കഴിഞ്ഞ ഒരു മനുഷ്യനാണ് നരേന്ദ്രമോദി എന്നുള്ളത് ചെറിയൊരു കാര്യമായിട്ട് നമ്മൾ കണ്ടുകൂടാ. ജനങ്ങളെ ഭരിക്കാൻ ദൈവം തന്നെ ഗോഡ് ഓർഡെയിൻഡ് ആണ് താൻ എന്ന് അദ്ദേഹം പ്രസ്താവന ഇറക്കിയിട്ടുള്ളത് നമുക്കറിയാം. അപ്പോൾ ആ നിലയിൽ അധികാരത്തിലിരുന്ന് എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് മോദി. ആ മോദി അധികാരത്തിൽ നിന്ന് ഒഴിയേണ്ടി വന്നാൽ ഉണ്ടാകുന്ന അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി നമ്മൾ. എന്തൊക്കെയായിരിക്കും സംഭവിക്കുക? ആ കഴിഞ്ഞ 10 വർഷക്കാലം അദ്ദേഹം നടത്തിയിട്ടുള്ള എല്ലാ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും പുറത്തേക്ക്, റഫാൽ ഡീലുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം അത് വീണ്ടും ചർച്ചയിലേക്ക് വരും. ഡിമോണിറ്റൈസേഷൻ, നോട്ട് നിരോധനം ചർച്ചയിലേക്ക് വരും. PM കെയർ ഫണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതുണ്ട്, അതിൻ്റെ അഴിമതി പുറത്തേക്ക് വരും. ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ടുള്ള വിഷയം, പെഗാസസുമായി ബന്ധപ്പെട്ടുള്ള വിഷയം, പനാമ പേപ്പേഴ്സ്, പൻഡോറാസ് പേപ്പേഴ്സ്, അദാനിയുമായിട്ടുള്ള ഹിൻഡർബർഗ് റിപ്പോർട്ട്, അതുപോലെ തന്നെ വിമാനത്താവളങ്ങൾ, ഈ പറഞ്ഞതുപോലെ എയർപോർട്ടുകൾ, ഇതുപോലുള്ളതൊക്കെ അതിൻ്റെയൊക്കെ കരാർ നൽകിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒട്ടനവധി വിഷയങ്ങൾ അധികാരത്തിൽ നിന്ന് പുറത്തു പോയാൽ അടുത്ത ഗവൺമെൻറ് അദ്ദേഹത്തിനെതിരെ കൊണ്ടുവരില്ലേ സുഹൃത്തുക്കളെ? അതോടൊപ്പം തന്നെ നമുക്കറിയാം 2002 ഗുജറാത്ത് കലാപം, അതുപോലെ തന്നെ 2021 ഡൽഹിയിൽ നടന്ന CAA വിരുദ്ധ കലാപം, അതുപോലെ തന്നെ ലോയ എന്ന് പറയുന്ന ഒരു ഹൈക്കോടതി ജഡ്ജിയുടെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ടുള്ള വിഷയം, അതുപോലെ തന്നെ ഗുജറാത്തിലെ ഈ പറഞ്ഞ പോലെ സൊറാബുദ്ദീൻ ഷെയ്ഖും കൗസർബിയും ഒക്കെയായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യാജ ഏറ്റുമുട്ടൽ വിഷയങ്ങൾ, മണിപ്പൂരിലെ കൊലപാതകങ്ങൾ, സഞ്ജീവ് ഭട്ട എന്ന് പറഞ്ഞൊരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെ പതിറ്റാണ്ടുകളായി ജയിലിൽ പാർപ്പിച്ചിരിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ഒരുപാട് വിഷയങ്ങൾ മോദിയുടെ അധികാരം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അടുത്ത ഗവൺമെൻറ്റിൻ്റെ പരിഗണന വിഷയത്തിലേക്ക് വരില്ലേ സുഹൃത്തുക്കളെ? അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ മോദിക്ക് ഉണ്ടാകാൻ പോകുന്ന പ്രതിസന്ധി തരണം ചെയ്യുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ ഒരു വലിയ സംവിധാനം അയാളോടൊപ്പം നിൽക്കുന്നുണ്ടെന്ന് നമ്മൾ കാണണം. ബ്യൂറോക്രാറ്റുകൾ, പോലീസ്, ഡിഫൻസ് ഫോഴ്സ്, ഇലക്ഷൻ കമ്മീഷൻ, RBI, സെബി, അതുപോലെ തന്നെ ജുഡീഷ്യറിയിൽ ഒരു ഭാഗം, ഇവരൊക്കെ തന്നെ മോദിക്ക് പുറകിൽ ശക്തമായി നിൽക്കുകയാണ്. അത് സുപ്രധാനമായൊരു കാര്യമാണ്. എന്ന് മാത്രമല്ല, സർക്കാരിൻ്റെ എല്ലാ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലും ഈ വലതുപക്ഷ RSS അനുഭാവികളുടെ കടന്നുകയറ്റം അതൊക്കെ വലിയ തോതിൽ നടന്നിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും മോദിക്ക് അധികാരം നഷ്ടപ്പെടുമെന്ന് വരുമ്പോൾ ഈ വിഭാഗങ്ങളൊക്കെ ശക്തമായിട്ടുള്ള പിന്തുണയുമായി മോദിയോടൊപ്പം അണിനിരക്കും എന്ന് കാണാൻ നമുക്ക് കഴിയണം. എന്നാൽ നിർഭാഗ്യവശാൽ എന്താ സ്ഥിതി? ഇന്ദിരാഗാന്ധി ഇതുപോലെ അടിയന്തരാവസ്ഥയൊക്കെ പ്രഖ്യാപിച്ച സമയത്ത് അന്ന് വളരെ ചടുലമായിട്ടുള്ള സക്രിയമായിട്ടുള്ള ഒരു മാധ്യമ മേഖല നമുക്കുണ്ടായിരുന്നു, ഇതിനെതിരെ ശക്തമായി പോരാടുന്നു. അതിന്നുണ്ടോ? ഇന്ന് മാധ്യമ മേഖല മുഴുവൻ ഒത്തുതീർപ്പിൻ്റെ ഒരു മേഖലയായി മാറിയിരിക്കുകയല്ലേ സുഹൃത്തുക്കൾ? അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരുടെ തന്നെ സ്വഭാവത്തിൽ വല്ലാത്ത മാറ്റം വന്നില്ലേ? അന്ന് രാഷ്ട്രീയ നേതാക്കന്മാർക്കുണ്ടായിരുന്ന ഒരു പോരാട്ട വീറ് ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കന്മാർക്കുണ്ടോ? അതുപോലെ തന്നെ കഴിഞ്ഞ 10 വർഷത്തെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങളെല്ലാം മോദി ദുർബലപ്പെടുത്തിയില്ലേ? എന്തിനു പറയുന്നു, സുപ്രീം കോടതിയെ പോലും ദുർബലമാക്കുന്ന ഒരുപാട് ശ്രമങ്ങൾ മോദി നടത്തിയില്ലേ? സുപ്രീം കോടതിയിൽ നിന്ന് പോലും മോദി സർക്കാരിന് അനുകൂലമായിട്ടുള്ള എത്രയോ തീരുമാനങ്ങൾ വന്നിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും മോദിക്ക് അധികാരം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഒരു പക്ഷേ അത് ജനാധിപത്യ വിരുദ്ധമായ മാർഗങ്ങളിലൂടെ തടയാനുള്ള ശ്രമങ്ങൾ മോഡിയുടെ ഭാഗത്തു നിന്നുണ്ടായാലും അത്ഭുതപ്പെടാനില്ല എന്നുള്ള നിലയിലുള്ള ചർച്ച ഇപ്പോൾ പല കോണുകളിൽ നിന്നും ആരംഭിച്ചിട്ടുണ്ട്. അമേരിക്കയിൽ ജോ ബൈഡൻ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ആ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന് മുമ്പത്തെ അമേരിക്കൻ പ്രസിഡൻ്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് നടത്തിയിട്ടുള്ള നീക്കങ്ങളുണ്ടല്ലോ, അതിന് സമാനമായിട്ടുള്ള നീക്കങ്ങൾ ഇന്ത്യയിൽ നടക്കുമോ എന്ന് സംശയിക്കുന്നവരുണ്ട്. ജനാധിപത്യ അവകാശങ്ങൾ റദ്ദാക്കപ്പെടുമോ എന്ന് സംശയിക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രസിഡന്റ് പദവിയും ജുഡീഷ്യറിയുമാണ് പ്രധാനമായി വരിക. ആ പ്രസിഡന്റ് പദവിയും ജുഡീഷ്യറിയും ഒക്കെ
ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായാൽ അതിനെതിരെ എത്ര ശക്തമായ നിലപാടെടുക്കുമെന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയുമോ സുഹൃത്തുക്കളെ? അപ്പോൾ അതുകൊണ്ട് വളരെ ഈ പറഞ്ഞതുപോലെ ആശങ്കാകുലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. മോദി അധികാരഭ്രഷ്ടനാകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അധികാര കൈമാറ്റം സമാധാനപരമായിരിക്കുമോ എന്നുള്ള ചർച്ച പല കോണുകളിൽ നിന്നും വളരെ ഗൗരവമായി ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.